ஹலோ கைஸ், நம்ம என்ன பார்க்க போகிறோம்? மைக்ரோஃபோன் பார்க்க போகிறோம். சரி வாங்க வீடியோக்குள்ளே போயிடலாம். ஓகே கைஸ், நீங்கள் வந்து என்ன பண்ண போகிறோன்னா ஒரு சின்ன பேஸ் கட்ட போகிறோம். சின்ன பேஸ் அதுக்கு நான் பிளானே பண்ணியாச்சு. பேஸ் பண்ணலாம். ஃபஸ்ட்டு எத்தனை தான் வரேன் 1 2 3 அப்படியே பண்ணிட்டு இருந்தால் நம்ம வீடு பேஸ் சாவு அயன்ஸ்வாடு எப்படி அதெல்லாம் உருவாக்கணும் அப்படின்னு கேட்கலாம். நல்லா அது ஆஃப்லைன் பேஸ் இல்லை ஆஃப்லைனே ஒரு கேச்சு. ஏன் நான் பண்ணேன்னா வேறு வழி தெரியல. என்ன பண்ணேன்னா எல்லாம் வீடியோ போடுறதுக்கு சரி நான் பண்ணி நானும் சரி அதெல்லாம் பண்ணிட்டு அதனால நிறைய வேலை பண்ணேன். அந்த இதுலேயே கட்டிக்கிட்டு இருக்கோம். கட்டுற முடிச்சதுக்குள்ள வீடியோ பார்க்குறவங்க மறக்காம லைக் பண்ணுறீங்க. நல்லா வேலை அவ்வளோதான், கட்டியாச்சு. இன்னும் ஒரு லேயர் கட்டும். அதான் ஈஸி. தள்ளி விட்டதுக்கு நன்றி ஒரு வகையில். அடிச்சு விட்டு நம்மளுக்கு ஹெல்ப் பண்ணியிருக்காரு. நல்லா இருப்பார். பார்த்தாதே வேறு பிளாக் இருக்கா? கிரானிங் நாள் இருக்கு. ஸோ இதை வச்சுக்கிட்டு 1 2 3 4 இந்த ஒரு கேப் எதுக்கும் இருக்கட்டும். இப்போ நம்ம வந்து ஃபர்னேஸு, கிராஃப்டிங் டேபிள், ஜஸ்ட்டு பெட்டு இதெல்லாம் வச்சிடலாம். பெட்டு இங்கே, கிராஃப்டிங் டேபிள் இங்கே, ஜஸ்ட் இங்கே ஃபர்னேஸ் வந்து நம்ம தூங்குவோம். என்ன நேரம் ஆயிடுச்சு. அடுத்த நாள் இந்த இதில் அடுத்த நாளைக்கு என்ன பண்ண போகிறேன்னா മറ്റന്നാൾ ചെന്നിട്ട് HM കൊണ്ട് സൗമ്യ ടീച്ചറിനെ ഒന്ന് വിളിപ്പിക്കാം. മറ്റന്നാള് 2 ദിവസം കഴിഞ്ഞു நம்ம ஒரு டோர் உருவாக்கணும். தூங்கிட்டு நம்ம போய் നീ വിളിക്കുന്നതിനെക്കാട്ടി എഫക്റ്റീവാണ് HM കൊണ്ട് വിളിപ്പിക്കുന്നത്. നീ പറഞ്ഞാൽ അത് ടീച്ചറെ ഞാൻ വിളിച്ച് എനിക്ക് ഇത്ര നാളത്തെ ഇതല്ലേ ഉള്ളൂ. ഇപ്പോഴേ ഞങ്ങളെ തമ്മിൽ പരിചയമൊന്നുമില്ലല്ലോ. അങ്ങനെ ടീച്ചറൊന്ന് വിളിച്ച് പറ മനസ്സിലായോ? അപ്പൊ അവര് നമ്മൾ വിളിച്ച് പറയുന്നതും പരിചയക്കാർ വിളിച്ച് പറയുന്നതും അപ്പൊ അവരാകുമ്പോൾ പറയും എടേ വെച്ച് ഉണക്ക് ഇവിടുന്ന് പിന്നെ റിജക്റ്റ് ആയിപ്പോ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി അയാൾക്ക് അറിയാമല്ലോ എന്നൊക്കെ പറയും. അന്നേരം അവര് കുറച്ചുകൂടി അതല്ലെങ്കിൽ അവിടുത്തെ HM വല്ല ഇവർക്ക് പരിചയം അവര് വിളിച്ച് പറയും. എവിടുത്തെയാ ഇവര് പോയിരിക്കുന്ന സ്കൂളിലെ HM ഇവർക്ക് പരിചയം ഉണ്ടെങ്കിൽ അവര് വിളിച്ച് പറയും. ആ ഓഫീസിൽ എന്തോ കാര്യക്കുന്ന അവരെന്താ നടപടിക്രമം ചെയ്യണ്ടേ? അവര് വെരിഫിക്കേഷൻ വിളിക്കണം. അവിടെ ചെല്ലണം. നമ്മൾ വിചാരിക്കുന്ന നമ്മളുടെ മുമ്പില് നമ്മള് തമ്പുരാനായിട്ടൊന്നും കാര്യമില്ല. അവിടെ ചെല്ലണം. നമ്മളെല്ലണം. നമ്മൾ എന്നിട്ട് പറയണം സാറേ ഞാൻ ഇത്ര നാളിന് മുമ്പേ ഞങ്ങൾ അയച്ചതാ, ഇതുവരെ വിളിച്ചില്ല, എന്താ അതിനകത്ത് എന്തെങ്കിലും ഇനി നൽകാനുണ്ടോ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. അവർക്കെന്തോ കാര്യം? എല്ലാവരും ഒന്നും വിളിക്കത്തൊന്നുമില്ല. ഈ സ്കൂളിലെ OA എടുത്ത് പറയണം, അല്ലെങ്കിൽ അവിടുത്തെ ക്ലർക്കിനോട് പറയണം ഇനി എന്തെങ്കിലും നൽകാനുണ്ടോ. ഒന്നും കൊടുക്കാനില്ലെന്ന് അവര് പറയും. അത് ശരിയാ, അത് സ്കൂളുകാർ പറയാം ഒന്നും കൊടുക്കാനില്ല. ഒന്നും കൊടുക്കാനില്ലെങ്കിൽ പിന്നെന്താ വിളിക്കുന്നത്? അതാണ് അവരോട്
അവരുടെ ഇതിലെ പോലെ അപ്പന്മാരുടെ മടി കൊണ്ടാ വിളിക്കാത്തത്. അവർ ഒരു മണ്ണാങ്കട്ടല്ല, അവരുടെ മടി കൊണ്ടാ അവർ വിളിക്കാത്തത്. അവർക്ക് ജോലി ചെയ്യാനുള്ള മടി കൊണ്ടാ വിളിക്കാത്തത്. അല്ല വേറെ ഒന്നുമല്ല. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് OA വിട്ടിട്ട് അവിടെ അന്വേഷിക്കണം. സാറേ ഞങ്ങൾ ഇത്ര നാളിന് ഇതുവരെ ആളിനെ പിന്നെ ഇത് വിളിച്ചിട്ടില്ല, വെരിഫിക്കേഷന് വിളിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അപ്രൂവലായി കിട്ടിയില്ലെങ്കിൽ അപ്രൂവലായി കിട്ടില്ല എന്ന് ഞങ്ങൾ ഇനി എന്തെങ്കിലും തരാനുണ്ടോ, എന്താ അതിന് കാരണം എന്ന് അവിടെ ചെന്ന് മാന്യമായിട്ട് അന്വേഷിക്കണം. വാദം അങ്ങോട്ട് ചോദിക്കണം. അപ്പോൾ അവർ പറയും ഒന്നിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ എല്ലാവരുടെയും ശീലം ഒരെണ്ണത്തിനകത്ത് ഒരു ഒപ്പിടാൻ താമസിച്ചാൽ പോലും അവിടെ വെച്ചേക്കും. വെച്ചിട്ട് എന്നെങ്കിലും ചോദിക്കണം, അന്നേരം പറയാം അതിനകത്ത് ഒപ്പിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് പറയാം. അതാണ് ഇവരുടെയൊക്കെ ശീലം. എല്ലാവരും ഒരു ഊണക്കല്ല. നീ ചെന്ന് കണ്ട ചാത്തന്നൂരെ പോണൊക്കെ ആയിരിക്കത്തില്ല ചിങ്ങാനത്തായി. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് അവിടുത്തെ OA പറഞ്ഞു വിട്ട് കാര്യമായി ரொம்ப பிடிச்சிருந்தா சேனல் சப்ஸ்கிரைபே பண்ணி விட்டுருங்க. അങ്ങനെ ചിലപ്പോൾ അവർ പറയും അയ്യോ അത് ഞങ്ങൾ വിട്ടുപോയി, ഞങ്ങൾ വിളിക്കാം എന്ന് പറയും. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിലൊന്നും നടക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞ சாங்ஸ் ஆக்டிங் வேணும்னா அதை கமெண்ட் பண்ணிடுங்க. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒന്നുകിൽ വെച്ചാൽ എന്നിട്ട് ഒറ്റ അടി വെച്ച് വിട്ടു മോളുടെ കുത്തി ഒറ്റ അടി വെച്ച് വിട്ടു. இடம்பத்துல சுத்தம் അങ്ങോട്ടത്തെ தேவையில்லாதெல்லாம் கையில் எடுத்துணும். இதெல்லாம் முக்கியமாக தேவையே இல்லை. கிரானைட்டு தேவையில்லை. டார்ச் உள்ளே போ, இது உள்ளே போ, இது உள்ளே போ, இது உள்ளே போ. கிரானைட் இருக்கோ தேவை எடுத்து வச்சுப்போம். மேலே ஏறக்கு தேவை. சரி அழுக்கெல்லாம் முடிஞ்சு. சரி ஓகே கைஸ், வீடியோ பிடிச்சிருந்தா மறக்காமல் ஒரு லைக்கை போட்டுருங்க. அடுத்த வீடியோ பேஸ் கட்டலும் அவ்வளோதான். சரி ஓகே கைஸ், டாட்டா பாய். அடுத்த வீடியோவில் பார்க்கலாம்.